എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമുക്കറിയാം. ജൂൺ 30-ാം തീയതി നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ ഫിഷറീസ് ഓഫീസറിന്റെ പഠനം മാക്സിമം പഠിച്ചു പരീക്ഷ എഴുതി അതിനുശേഷം ആ ഒരു ഒഴുക്കോടെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആ ഒരു പവറിൽ തന്നെ നീങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വലിയൊരു അവസരമാണ്. ഒരിക്കലും വിട്ടുകളയരുത്. ഒരു ഗസറ്റഡ് പോസ്റ്റ് കൂടിയാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഫിഷറീസ് ഓഫീസർ പരീക്ഷ എഴുതി എല്ലാവരും വീണ്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നോർമലി ഈ പറഞ്ഞ BFSC ഒഴികെയുള്ള ഡിഗ്രിക്കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഷറീസിലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MSc സുവോളജിക്കാർക്കും നല്ലൊരു അവസരമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് MSc സുവോളജിക്കാരുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ, കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വളരെ കുറവാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഫിഷറീസ് ഓഫീസർ വന്നു കഴിഞ്ഞു, ഇനി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇനിയിപ്പോൾ സയന്റിഫിക് ഓഫീസറോ ഒക്കെ വിളിക്കണം. അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള നമ്മുടെ അസിസ്റ്റന്റ് സയന്റിസ്റ്റോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റുകളൊക്കെ വരണം. എങ്കിലേ അവർക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടാകത്തുള്ളൂ. അവരെ സംബന്ധിച്ച് അവസരങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് അവസരങ്ങളൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് അവസരങ്ങളിൽ നിന്ന് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ MSc സുവോളജിക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞ പേരിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് നമ്മുടെ റീൽസ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, MSc സുവോളജിക്കാരോട് പറയാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജൂൺ 30 നമുക്ക് എന്ത് വരുന്നു? നോട്ടിഫിക്കേഷൻ വരുന്നു. നമ്മൾ എന്നാണ് അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത് ജൂൺ 22-ാം തീയതിയാണ്. ജൂൺ 22 തിങ്കളാഴ്ചയാണ്. നമ്മുടെ ബാച്ചിൽ ആകെ 60 പേരെ ഉണ്ടാകത്തുള്ളൂ. ഒരു ബാച്ചിൽ 60 പേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബാച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ബാച്ച് ക്ലോസ് ചെയ്തു. നാളെ തന്നെ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം തന്നെ 2 ബാച്ചുകൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി നാളത്തെ ദിവസത്തിനുണ്ട്. അപ്പൊ നോക്കാം, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പഠനം ഇനി സിസ്റ്റമാറ്റിക് ആക്കാം, റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താം. ഓക്കെ, പഠനം വളരെ സിസ്റ്റമാറ്റിക് ആയെങ്കിൽ ഫിഷറീസ് ഓഫീസർ പോലെ അല്ലെങ്കിൽ നമുക്ക് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷകളിൽ വളരെ 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 സിസ്റ്റമാറ്റിക് ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ പറ്റൂ. നമ്മുടെ ഫോക്കസ് മാസ്റ്റർ കെ അക്കാദമി ഉന്നം വെക്കുന്നത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കുകളിൽ പ്ലേസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ്, ആ രീതിയിലേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിശീലനവും കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, മിക്ക പരീക്ഷകളിലും ആദ്യ 10 റാങ്കുകളിലോ അല്ലെങ്കിൽ ആദ്യ 1-ാം റാങ്കിലൊക്കെ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ പോയതിൻ്റെ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നാളത്തെ ബാച്ച്, നാളെ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ തന്നെയാണ് 2 ബാച്ച് സ്റ്റാർട്ട്, ബാച്ച് 1 ആൻഡ് ബാച്ച് 2. ഇത് 2 നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നോക്കിയേ, റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ നമുക്ക് എന്ത് വേണം? കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശീലനം വേണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്റ്റഡി പ്ലാനുകൾ തയ്യാറാക്കി ഉദ്യോഗാർത്ഥികളെ ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് പരിശീലനം കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റഡി പ്ലാൻ നോക്കിയേ, നമുക്കറിയാം, നമുക്കൊരു 14 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ആ മൊഡ്യൂൾസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യണം. അതിന്റെ മാക്സിമം MCQs കവർ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി പഠിക്കണം. ഓക്കെ, അപ്പൊ ആ രീതിയിലെല്ലാം നമ്മൾ ഓരോ സെഷൻസ് ആഡ് ചെയ്താണ് പോകുന്നത്. അത് ഞങ്ങളുടെ മുൻ വർഷ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അറിയാം. അപ്പൊ നോക്കിയേ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പവർ ബാച്ച് സ്റ്റഡി പ്ലാൻ 1 മൊഡ്യൂൾ 2 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഏതാ? മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി ആണ് നമ്മൾ ആദ്യം എടുത്തേക്കുന്ന മൊഡ്യൂള്. അപ്പൊ അറിയാം നിങ്ങൾക്ക്, MSc സുവോളജിക്കാർക്കായാലും ബാക്കിയുള്ളവർക്ക് ടച്ച് വിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ആദ്യം നമുക്ക് എന്തുണ്ടാവണം? ഈ ഫിഷിംഗ് ക്രാഫ്റ്റിനകത്ത് കുറെ ടേംസും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആദ്യം പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ടോപ്പിക്സിലേക്ക് കിടക്കുന്നത്, അല്ലേ? നമ്മൾ ആദ്യം അത് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോപ്പിക്സിലേക്ക് കിടക്കുന്നത്. അത് ആദ്യം നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജിയിലെ ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ടേംസ്, ഓരോ ടേംസ് നിങ്ങൾക്ക് സുവോളജിക്കാർക്കൊക്കെ അല്ലെങ്കിൽ ഈ ഫിഷറീസ് പഠിച്ച ആളുകളാണെങ്കിലും വർഷങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഗ്യാപ്പ് വന്നവരുണ്ട്. അവർക്കൊക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ബേസിക് ആയിട്ടൊരു ക്ലാസ് കൊടുക്കുന്നു, ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ്. അതിനുശേഷമാണ് നമ്മൾ
ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുന്നത്. ഓരോ ടോപ്പിക്സ് നമുക്ക് നോക്കിയേ, ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ടോപ്പിക്കാണ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഫിഷിംഗ് ക്രാഫ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പഠിക്കും. അതോടൊപ്പം തന്നെ മെക്കാനൈസേഷൻ ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ് അത് നമ്മൾ പഠിക്കും. ബോട്ട് ബിൽഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് അത് നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ വീക്കിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? ഈ 3 ടോപ്പിക്കും ഫിഷിംഗ് ക്രാഫ്റ്റിലെ ടെർമിനോളജീസുമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 ടോപ്പിക്കാണ് നമ്മൾ ആദ്യ വീക്കിൽ കവർ ചെയ്യുന്നത്. ആദ്യ വീക്ക് കവർ ചെയ്താൽ അതിൻ്റെ എക്സാം എന്നുണ്ടാവും? 22-ാം തീയതി നമ്മൾ പഠനം തുടങ്ങി, 22/6 നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു 6 ദിവസം, ജൂൺ 28-ന് നമുക്ക് 9 മണിക്ക് പരീക്ഷ ഉണ്ടാവും. ജൂൺ 28 9 മണിക്ക് പരീക്ഷ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് പോലുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് കുറച്ച് സമയം നിങ്ങൾക്ക് അധികമായിട്ട് ഇന്ന് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ഈ പറഞ്ഞതുപോലെ ടച്ച് വിട്ടുപോയവരും പഠനം ഉപേക്ഷിക്കപ്പെടേണ്ട സാഹചര്യങ്ങളുള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ടൈം എടുത്ത് അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്സിന് ഒരു 6 ദിവസം തന്നിട്ടുണ്ട്. ഈ 6 ദിവസം കൊണ്ട് ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്യുക. ഈ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പരീക്ഷകൾ എഴുതുക. പരീക്ഷ എഴുതുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ആ ലെവലിൽ നിന്ന് ലെവൽ നമ്മുടെ കൂട്ടിയെടുക്കാൻ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം, സ്വയം ശ്രമിക്കണം. നിങ്ങൾക്ക് അൺലിമിറ്റഡ് എക്സാമാണ്. നിങ്ങളിപ്പം ഒരു നമ്മുടെ സ്റ്റഡി പ്ലാൻ 5 നിൽക്കുക. നിങ്ങൾക്ക് ആദ്യം മുതൽ 1 മുതൽ വീണ്ടും എക്സാം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അൺലിമിറ്റഡ് അറ്റംപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റിയതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയാണ് നമുക്ക് ഓരോ പരീക്ഷകളും. ഓക്കെ, അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക, മാക്സിമം എക്സാംസ് എഴുതുക. പഠിക്കുന്നതിലല്ല കാര്യം, എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം പരീക്ഷകൾ എഴുതുക, മാക്സിമം MCQs ചെയ്യുക, മാക്സിമം PYQs ചെയ്യുക, മാക്സിമം നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്സും എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഒന്ന് കളക്ട് ചെയ്ത് പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതി പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെയാണ് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു വിജയ രഹസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ആദ്യത്തെ 2 ബാച്ചും നാളെ ആരംഭിക്കുകയാണ്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ബാച്ച് 1ഉം ബാച്ച് 2. അപ്പോൾ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനിയിപ്പോൾ 2ാമത്തെ ബാച്ചിലേക്കായിരിക്കും അവസരമുള്ളത്. ആദ്യത്തെ ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.